ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു ആഴ്ചയിലെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മാധവ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കുടിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നാളെ അല്ല തിങ്കളാഴ്ച കാണാൻ പോണെച്ച മാധവ് അങ്ങനെ പറയുന്നുണ്ട് മനസ്സിനെടുത്ത്, നോക്കിക്കോ ഞാൻ നിങ്ങളെ അനുഭവിപ്പിക്കും, ഞാൻ പോലീസിനെ പിടിപ്പിക്കും, ഒരു പെണ്ണിന്റെ ജീവിതം എന്റെ ജീവിതവും കൂടി നിങ്ങൾ തകർത്തു, ഒരു ഡോക്ടറെ വെച്ച് നിങ്ങൾ കളിച്ച് നാറിയ കളി ഞാൻ ലോകമൊമ്പാടും പറയും, നിങ്ങൾ ഇതിനെ അനുഭവിക്കും, നിങ്ങൾ ജയിലിൽ കിടന്ന് അനുഭവിക്കും എന്നൊക്കെ മാധവ് രാവിലെ ബോധം വരുമ്പോ പറയുന്നുണ്ട് കേട്ടോ. അതായത് രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ട് മാധവ്. രാവിലെ ആകുമ്പോഴേക്കും മാധവ് ഇതൊക്കെ പറയുമ്പോ മനസ്സിന് വീണ്ടും അഹങ്കാരം കയറുവാണോ, ഓഹോ നീ എന്നെ അനുഭവിപ്പിക്കാൻ വാടാ, ഞാനിങ്ങനെ നിന്ന് തരാം എന്നൊക്കെ രീതിയിൽ മനസ്സിന് ഇങ്ങനെ നിൽക്കാട്ടോ. മാധവ് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം നേരെ ബാറിലേക്കാട്ടോ കുടിക്കാനായിട്ട്. അതേസമയം മനസ്വിനി ദേവിക നമ്മുടെ ഡോക്ടറെ വിളിക്കേണ്ട ദേവികേന എന്നിട്ട് എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്തിനാ മനസ്സിന് എന്നെ കാണുന്നത്? ഡോക്ടർ ഇഷിതനെ കണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനല്ല മനസ്സിനെടുത്ത് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ നീ എന്നെ കാണുന്നത്? അല്ല ഇഷിതടുത്ത് നിങ്ങൾ സത്യങ്ങളൊക്കെ പറഞ്ഞോ? അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ദേവികേനെ കാണണോന്ന് പറഞ്ഞത്. ശരി, എന്നാ നിങ്ങളൊരു 10 മിനിറ്റുള്ളിൽ തന്നെ ആ ബീച്ച് റോട്ടിലേക്ക് വാ, ഞാൻ അവിടെ വന്ന് നിൽക്കാം എന്ന് പറയാണ്. അങ്ങനെ മനസ്സിന് ദേവികനെ കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്നുണ്ട്. ദേവിക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങള് സത്യങ്ങളൊക്കെ ഇഷിതടുത്ത് പറഞ്ഞിരുന്നോ? ഓ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നോ അതോ എന്നോട് കള്ളം പറയുവാണോ? അയ്യോ ഡോക്ടർ, ഞാൻ അവളോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്തു പറഞ്ഞിരുന്നു? അല്ല ഞാനും അതുപോലെ തന്നെ ഡോക്ടറും കൂടി ആണ് അങ്ങനെ കള്ളം പറഞ്ഞതാണെന്നും എനിക്ക് എന്റെ മരുമകളോട്ട് നീ വരാൻ താല്പര്യമില്ലാത്തോണ്ട് നുണ പറഞ്ഞതാണെന്നും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവളെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു എന്നൊക്കെ മനസ്സിന് ദേവിക ഡോക്ടറത്ത് നുണ പറയാണ്. ദേവിക പറയണ്ട്, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാവോ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം, വേണമെങ്കിൽ ഡോക്ടർ ഇഷ്ടടുത്ത് ചോദിച്ചു നോക്കൂ. ശരി, ഞാൻ എന്നാ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേവിക അവിടെ നിന്ന് പോകുകയാണ്. ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുകയാണ്, പിന്നെ ഞാൻ പോയി പറയാൻ പോണല്ലേ, ഇവരുടെ വായടപ്പിക്കാൻ ഇതേ ഉള്ളു വഴി എന്ന് മനസ്സിലാക്കിയ മനസ്സിന് പുച്ഛത്തോടെ ചിരിക്കണം. അതേസമയം മഹേഷിനാണെങ്കിൽ കഞ്ഞിയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ട് പ്രിയാമണി മഹേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ശേഷം പ്രിയാമണി കഞ്ഞിയും ആ കറി അവിടെ വെക്കുന്നുണ്ട്. മഹേഷ് ചെറിയൊരു മയക്കത്തിലായിരിക്കും, പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട്. ആഹാ, ഇതാരാ, അമ്മയോ? അമ്മ വീണ്ടും വന്നു അല്ലേ? അമ്മേ, ഞാൻ അമ്മയുടെ മോളത്ത് പറഞ്ഞതാണ്, അമ്മയുടെ മോളത്ത് എന്നെ വിട്ടിട്ട് പോയിക്കോ, തനിക്കൊരു ജീവിതം ഉണ്ട്, താൻ എന്നെ വിട്ടിട്ട് പോയിക്കോ എന്നൊക്കെ അമ്മയുടെ മോളത്ത് ഞാൻ പറഞ്ഞതാണ്. അമ്മയുടെ മോള് കേൾക്കാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് അമ്മ എന്നെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ അയാളെ പരമാവധി ഒഴിവാക്കാൻ നോക്കിയതാണ്, അയാൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയണത്. ഞാൻ ഇനി എന്ത് ചെയ്യണം അമ്മേ, ഈ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് എന്ന് മഹേഷ് പറയുമ്പോ പ്രിയാമണി കരയാണ്. മോനെ നീ എന്നോട് ക്ഷമിക്കേ. അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? ഇന്നലെ അമ്മ പറഞ്ഞത് മോളെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തി തിരിച്ചു തരണോന്നല്ലേ അമ്മ പറഞ്ഞത്. ഇപ്പൊ എന്താ അമ്മ തിരിച്ചു പറയണത്? എനിക്ക് എന്റെ പൊട്ടത്തരം കൊണ്ട് പറഞ്ഞു പോയതാണ് മോനെ. എനിക്ക് എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ തട്ടിക്കളിക്കണ കാണുമ്പോ വിഷമവുന്ന്. മോനറിയാലോ, അവള് ഒരുപാട് സ്നേഹിച്ചതാ മാധവിനെ. മാധവായിട്ടുള്ള കല്യാണത്തിന് എന്റെ മോൾ എന്തുമാത്രം സന്തോഷത്തോടെയാണല്ലോ പോയത്. ആ താലി വീഴുന്ന സമയത്ത് എന്റെ മോള് പൊട്ടിക്കരഞ്ഞായിരുന്നു. എന്നിട്ട് ആ താലി വീണ സമയം തന്നെ അവൾ തലകറങ്ങി വീഴുകയും അവള് ഹോസ്പിറ്റലിൽ പോയി അമ്മയാവില്ലെന്ന് അറിഞ്ഞപ്പോ ആ താലി ഊരി കൊടുക്കണ മുമ്പ് വരെ അവള് മാധവിനോട് ചോദിച്ചാണ്, നിനക്ക് എന്നെ വേണ്ടേ, എന്റെ പ്രണയം വേണ്ടേ, എന്റെ സ്നേഹം വേണ്ടെന്ന് വെച്ചപ്പോ അവളെ പുല്ലുവിലയാണ് മാധവ് കൊടുത്തത്. ആ സമയത്ത് അവള് തീരുമാനിച്ച അവൾക്കൊരു വിവാഹ ജീവിതം ഇല്ലെന്ന്. അവള് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ. അവള് പീഡിയാട്രീഷ്യന്റെ ആ ഒരു കോഴ്സ്, അവളുടെ ആ ഒരു കുട്ടികളുടെ മനസ്സാണ് എന്റെ മോൾക്ക്, ആ മനസ്സുള്ളതുകൊണ്ടാണ് അവൾ പീഡിയാട്രീഷ്യൻ ആയത് തന്നെ. അതിനുശേഷം കുട്ടികളെ നോക്കലും ചികിത്സിക്കലൊക്കെ ആയിട്ട് അവള് ഇതായി നടക്കുമ്പോ അവൾക്കൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചുള്ളൂ, ഞാനും എന്റെ ഭർത്താവും ആശും. അങ്ങനെ അവൾക്കൊരു ജീവിതത്തിലേക്കാണ്, മഹേഷിന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നത് ചിപ്പി വഴി. എന്നാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടപ്പോ ഒരു കൊതി തോന്നി, അവൾക്ക് ചികിത്സക്ക് മാറുമെങ്കിൽ മാറട്ടെ എന്ന്. അവള് ചികിത്സ പോയി. ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഇനി പ്രസവിക്കാൻ ഒരു കുഴപ്പമില്ല, എത്ര കുട്ടികളുടെ അമ്മയാവാൻ വേണമെങ്കിൽ പറ്റുമെന്ന്. മഹേഷിനും കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മഹേഷിന് 2 കുട്ടികളുണ്ട്, ഇഷിതക്കും കുഴപ്പമില്ല. അപ്പൊ ഏതൊരു അമ്മ അച്ഛനും ആഗ്രഹിക്കില്ല മോനെ അവൾക്കൊരു കുഞ്ഞു വേണോന്ന്. മോനൊരു ചിപ്പിയുണ്ട്, ആദ്യമുണ്ട് മക്കള്. അവര് നാളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അവർക്കൊരു കുഞ്ഞുണ്ടായി കാണുന്നതായിരിക്കില്ലേ മഹേഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതല്ലേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അമ്മേ. ഞാൻ അമ്മേനെ കുറ്റപ്പെടുത്തുന്നില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അമ്മ പറഞ്ഞല്ലോ എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ. അതുകൊണ്ടാണ് അമ്മ ഞാൻ പറഞ്ഞത് ഈശ്വര രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ എന്ന്. ഇല്ല മോനെ, മോന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും, ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോനെ എഴുന്നേറ്റ് നടക്കും, നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു കുഞ്ഞും കുടുംബമൊക്കെ ആവും. മോനെ എനിക്ക് ആ ഒരു ഉറപ്പ് തന്നാൽ മതി, ഇഷിതയും മോനും ഇനി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുമെന്ന്. ഇഷിത എനിക്ക് ഉറപ്പ് തരരുത്, മോൻ എനിക്ക് ഉറപ്പ് തരണം എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് പ്രിയാമണിക്ക് ആ വാക്ക് കൊടുക്കാണ്, ഞാനും ഇഷിതയും ഒന്നാകുമെന്ന്.
ആ വാക്ക് മഹേഷ് പാലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ഇഷിത വരുമ്പോഴേക്കും മഹേഷ് പറയണ്ട തന്റെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു, അമ്മ എന്തെങ്കിലും കുത്തി നോവിക്കുന്ന കാര്യങ്ങൾ എങ്ങാനും പറഞ്ഞിരുന്നോ? ഏ, അമ്മ ഒന്നും പറഞ്ഞൊന്നില്ല, പക്ഷെ ഞാൻ അമ്മക്കൊരു വാക്ക് കൊടുത്തു എന്ന് പറയാണ്. വാക്കോ? എന്ത് വാക്ക്? അത് ഞാനും താനും ഇനി ഒന്നിച്ചു ജീവിക്കും എന്നുള്ള വാക്ക്. ഏ, മഹേഷ് എന്താ പറയണത്? അതെ, ഞാൻ സത്യമാണ് പറയണത്. ഞാനും താനും ഒന്നിച്ചു ജീവിക്കുന്ന വാക്ക് കൊടുത്ത് നമ്മൾ ഭാര്യ ഭർത്തക്കമായിട്ട് ജീവിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവണുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെയാണ്. ദൈവം നമുക്കൊരു കുഞ്ഞിന് തരാണെങ്കിൽ തീർച്ചയായിട്ടും തരും. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇനി ജീവിക്കണം എന്ന് പറയാണ്. ഇഷിതക്കും സന്തോഷാവാണ്. ഇഷിതക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. മഹേഷ് കാര്യമായിട്ടാണോ പറയണത്? അതെ, കാര്യമായിട്ടാ പറയണത്. എനിക്കും ആഗ്രഹമുണ്ട് മഹേഷ് എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. എനിക്ക് മഹേഷിനോട് ഒരുപാട് സംസാരിക്കാനുണ്ട്, അത് ഇവിടെ വെച്ച് പറ്റില്ല, നമുക്ക് നാളെ ഒന്ന് പുറത്തു പോയാലോ? മഹേഷും പുറത്തിറങ്ങിയിട്ട് കുറച്ചു നാളായില്ലേ? അതേടോ, പുറത്തിറങ്ങാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ബീച്ച് വരെ ഒന്ന് പോകാം. എനിക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല, റീഫ്രഷ് ആവണത് മനസ്സിനും ശരീരത്തിനും നല്ലതാണ് എന്ന് ഇഷിത പറയണം. അങ്ങനെ ഇഷിതയും മഹേഷും കൂടി ബീച്ചിലേക്ക് പോവാട്ടോ. അങ്ങനെ അവിടെ ഇഷിത തന്റെ എല്ലാ കാര്യങ്ങളും മഹേഷിനോട് പറയുന്നുണ്ട്. മഹേഷിന്റെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യാണ് എന്നൊക്കെ പറയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഉടനെ തന്നെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു മനസ്സുകൊണ്ട് തയ്യാറാവണം. ആ സമയത്താണ് നമ്മുടെ മാധവ് കുടിച്ച് ബോധം കെട്ടിട്ട് ഇഷിതേനെ കാണാൻ വേണ്ടി ബീച്ചിലേക്ക് വരുന്നത്. അതെങ്ങനെ അറിഞ്ഞോന്തോ ഇഷിതയും മഹേഷും ബീച്ചിലുണ്ടെന്ന്. അവിടെ എത്തിയ മാധവിനെ വീണ്ടും മനസ്സ് മാറാണ്. ഇഷിതയിലേക്ക് അടുക്കാൻ വേണ്ടി മാധവ് വീണ്ടും നോക്കാട്ടോ. തനിക്ക് ഇഷിതേനെ വേണം, താൻ ഒരുപാട് സ്നേഹിച്ചതാണ്. തനിക്കൊരു പ്രശ്നം, അതായത് തന്റെ അമ്മ തന്റെ ബുദ്ധി തലതിരിച്ചിടുന്ന സമയത്ത് ഇഷിതനെ വേണ്ടെന്നൊരു തീരുമാനം എടുത്ത്, അത് പൊട്ടയായിട്ടുള്ള തീരുമാനമായിരുന്നു. പക്ഷെ ഇപ്പൊ തനിക്ക് ഇഷിതനെ വേണം എന്നൊരു ഭയങ്കര നിലപാട് നിൽക്കാണ് മാധവ്. അതുകൊണ്ട് തന്നെ ഇഷിതേ എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ അടുത്തേക്ക് മാധവ് പോകുവാട്ടോ. അതായത് ബീച്ചിൽ വെച്ചിട്ട് ഇഷിതയും മഹേഷും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇഷിതയെന്ന് വിളിക്ക് കേൾക്കുമ്പോഴേക്കും ഇഷിത തിരിഞ്ഞു നോക്കുമ്പോൾ മാധവിനെ കാണാണ്. മാധവ് വെള്ളം അടിച്ച് 4 കാലിലാണ് ഇഷിതയുടെ അടുത്തേക്ക് വരുന്നത്. മാധവ് എന്താ ഈ കോലത്തിൽ എന്ന് ഇഷിത വിചാരിക്കുകയാണ്. മഹേഷ് വേണ്ടി ഇയാൾക്ക് ഇത് എന്ത് പറ്റിയിടോ? നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നല്ലോ. അതേ മഹേഷ്, എനിക്കതാ മനസ്സിലാവാത്തത്. കുട്ടികളില്ലാത്തതുകൊണ്ട് ഇനി മാധവ് ആകെ ഡിപ്രഷനിലായതാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇഷിത അടുത്ത് മാധവ് ഒരുപാട് സംസാരിക്കുകയാണ്. മാധവിന്റെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഇഷിതക്കും മഹേഷിനും മനസ്സിലായി. മാധവിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇഷിത എന്ന് പറഞ്ഞ ഒരു അതായത് താൻ പ്രണയിക്കുന്ന ആ ഒരു ലവർ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം ഇഷിതക്കും മഹേഷിനും മനസ്സിലായിട്ടോ. മാധവ് വീണ്ടും ഇഷിതയിലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ്. കാരണം വേറൊന്നല്ല, കാരണം ഇഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണമെന്ന് മാധവിന് മനസ്സിലായി. അല്ലാതെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഇഷിത എപ്പോഴേ ഗർഭിണിയായാനെ. മാത്രമല്ല ഡോക്ടർ ദേവിക മനസ്സെടുത്ത് പറഞ്ഞ കാര്യം മാധവ് കേട്ടതാണല്ലോ, ഇഷിതയും മഹേഷും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് മാധവ് ഇഷിതനെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി പോണത്. കാരണം ലയ ഡിവേഴ്സ് ചെയ്യങ്ങൾക്ക് വേറൊരു ജീവിതം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും മാധവ് വീണ്ടും ഇഷിതയുടെ പുറകയിലേക്ക് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ഇഷിതയും മഹേഷും ഒന്നിക്കുന്ന ഭാഗം നമുക്ക് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.